ഹലോ ഗൈസ്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഡേ ഇൻ മൈ ലൈഫ് ആണ്. ഓയിൽ ആൻഡ് ഗ്യാസിലെ ഡേ ഇൻ മൈ ലൈഫ്. അത് നൈറ്റ് ഷിഫ്റ്റ് ആണെങ്കിൽ എങ്ങനെ ഇരിക്കുന്ന ഈ വീഡിയോ മൊത്തത്തിൽ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഉള്ളത് അബുദാബിയിൽ ഡെസ്കോൺ എന്ന് പറഞ്ഞ കമ്പനിയിൽ ബോറോജ് പ്ലാന്റിലാണ് ഞങ്ങളുടെ ഷട്ട് ഡൗൺ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഷട്ട് ഡൗണിന് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ആണെങ്കിലും പട്ടിപ്പണിയാണ് ഗൈസ്. ശരിക്കും പട്ടിപ്പണിയാണ്. പട്ടിപ്പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നല്ല മെന്റൽ പ്രഷർ നമുക്ക് ഭയങ്കരമായിട്ട് വരും. ഒരു സെക്കൻഡ് നമുക്കൊന്ന് കണ്ണടിക്കാൻ പോലും പറ്റില്ല. കാരണം ഭയങ്കര റിസ്ക് ആയുള്ള ടാസ്ക്കാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൺഫൈൻഡ് സ്പേസ് പ്ലസ് ഒരു ഹോട്ട് വർക്കാണ്. അത് പിറ്റിനകത്ത് ഇറങ്ങി 72 ഇഞ്ചിന്റെ ഒരു ലൈനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ 72 ഇഞ്ചിന്റെ ലൈൻ ചെയ്യുന്നത്. അതിന്റെ ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അങ്ങ് മാറി. നമ്മൾ വിചാരിക്കുന്ന പോലല്ല ഓയിൽ ആൻഡ് ഗ്യാസ്, ശരിക്കും പറയാം. അപ്പം ഷട്ട് ഡൗൺ എടുക്കുന്നവരോട് ഞാൻ പറയുന്നത് ഷട്ട് ഡൗൺ ഏറ്റവും ബെസ്റ്റ് ആണ്. കാരണം നമുക്ക് 3 മാസത്തിന് താഴെ ഉള്ളു ജോലി. അത് കഴിഞ്ഞ് നല്ലൊരു ഫസ്റ്റ്. ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് അവധിയാണ്. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതുകൊണ്ടാണ് ഇപ്പോൾ പട്ടിപ്പണി. നമുക്ക് ഫെഡറലിലുള്ളത് 14 ദിവസം കൂടുമ്പോഴാണ് ഒരു ലീവ് കിട്ടുന്നത്. പക്ഷേ ഞാൻ എടുക്കുന്നില്ല. കാരണം എടുക്കാത്തത് നമ്മളത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അഡീഷണൽ സാലറി കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതാണ് ഞങ്ങളുടെ റൂം. കണ്ട, ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കമ്പനിയിൽ ഓൾമോസ്റ്റ് എല്ലായിടത്തും 3 കാറ്റഗറിയാണുള്ളത്. സീനിയർ ലേബർ, ജൂനിയർ. സീനിയർ, ജൂനിയർ, ലേബർ. ഇതിൽ നമ്മൾ സീനിയർ കാറ്റഗറി ആയിട്ട് തന്നെ നമ്മുടെ റൂമിൽ 2 പേരെ ഉള്ളായിരുന്നു. പക്ഷേ ഇപ്പം 3 പേരായി. വേറൊന്നും കൊണ്ടല്ല, റൂമിന് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഓൾമോസ്റ്റ് സീനിയേഴ്സിന്റെ ഈ ഒരു സെക്ഷനിലുള്ള റൂം മൊത്തം 2 പേര് ഇല്ലെങ്കിൽ 3 പേരെന്നുള്ള നിലയിലായി. അപ്പൊ ഇവർക്ക് 2 പേർക്ക്, എന്റെ റൂംമേറ്റ്സ് 2 പേരും യൂസ് ചെയ്യണം. അവന്മാർക്ക് 2 പേർക്ക് ഡെയിലി ആണ്. എനിക്ക് നൈറ്റ് ആണ് ഡ്യൂട്ടി. സോ ഞാൻ നൈറ്റ് വന്നു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി ഈ വേഷം ഒന്ന് അഴിച്ച് വെച്ചിട്ട് നേരെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിട്ട് പല്ല് തേക്കാം. അപ്പൊ ഞാൻ എന്തായാലും മെസ്സുകളും എല്ലാം ഞാൻ കാണിച്ചു തരാം. സോ ഇവിടെ തന്നെ നിൽക്കാൻ പോകരുത്. പിന്നെ കഷണ്ടി ആയി, ശരിക്കും കഷണ്ടി, മുടി പോയി, നല്ല സ്ട്രെസ്സാണ്. ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യായ ടെൻഷനാണ്. ഒരു സീനിയർ പോസ്റ്റ് നിൽക്കുമ്പോൾ നമുക്ക് എന്തുമാത്രം ടെൻഷൻ ഉണ്ടോ. നമ്മൾ ആ പോസ്റ്റ് നിൽക്കുമ്പോഴേ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവണമെന്നില്ല. ആ ഒരു പോസ്റ്റ് നിൽക്കുമ്പോൾ നമുക്കറിയത്തുള്ളൂ. സാലറിയും കാര്യങ്ങളൊക്കെ അത് നമ്മളെ ഇപ്പൊ എന്താ, അത് ഞാൻ പറയുന്നില്ല. ആകോട്ടെ, അത് നമ്മുടെ പേഴ്സണൽ കാര്യമാണ്. ഏത് അപ്പം സാലറി അത് വിട്. പക്ഷെ മെന്റലി ശരിക്കും എക്സ്കർഷൻ ഡിപ്പാർട്ട്മെന്റ് ആ പീസ് കൂട്ടും. ഓരോ നിമിഷവും നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചില ടാസ്ക് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കൺഫൈൻഡ് സ്പേസിനകത്ത് ഒരു 72 ഇഞ്ചിന്റെ ലൈൻ പോകുന്നതാണ്. അത് ഏകദേശം ഒരു 15 മീറ്ററോളം താഴെയാണ് ആ ലൈൻ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ചെയ്യുന്നതും ഫിറ്റപ്പ് പിടിക്കുന്നതും ഫിറ്റപ്പ് ഫാബ്രിക്കേറ്ററാണ്. സോ നമ്മളത് നമ്മുടെ ഐഡിയ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സീനിയർ നമ്മളോട് ചോദിക്കുക. പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യായ പ്രഷറാണ്. അപ്പോൾ എന്തായാലും ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല. നല്ല സമാധാനവും മെന്റൽ പ്രഷർ സഹിക്കാനുള്ള ആംബിയറും ഉണ്ടെങ്കിൽ മാത്രം ഈ ഫീൽഡിലോട്ട് വരിക. അല്ലാത്തവർ വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് 100%. പിന്നെ ഇവിടെ ഇപ്പം അതൊക്കെ ഞാൻ വഴിയെ പറയല്ലേ, എന്തിലെല്ലാം കൂടെ പറഞ്ഞു. അപ്പം എന്തായാലും മുഖമൊക്കെ വഴി നേരെ ആഹാരം കഴിക്കാൻ പോകും. അപ്പോൾ അത് കാണാം. അപ്പോൾ കുറച്ച് നമ്മുടെ പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ, സേഫ്റ്റിക്കാരുണ്ട്, ക്യൂസിക്കാരുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട് കൂട്ടി കഴിഞ്ഞാൽ ഞാൻ ഓൾമോസ്റ്റ് എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ച് പോകും. ഏത് അപ്പോൾ കഴിക്കാൻ പോകും. എന്തായാലും ഡ്രസ്സൊക്കെ മാറി AC ഒക്കെ ഓൺ ചെയ്തിട്ട് നമ്മൾ എന്തായാലും കഴിക്കാൻ പോകണം. പോയിട്ട് വരുമ്പോഴത്തേനും ഒന്ന് തണുത്ത് കിടക്കട്ടെ റൂമൊക്കെ അല്ലേ. അപ്പോൾ എന്തായാലും അവിടെ പോവാം. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ക്യാമ്പ്. അതിലും 342 ഇതാണ് ഞങ്ങളുടെ റൂം. ഓ ഷിറ്റ്, താക്കോൽ എടുത്തില്ല. അതെവിടെ വെച്ചെന്ന് ഇനി തപ്പണമല്ലോ. താക്കോലോടെ പോയി. കിട്ടി. ഇത് മൊത്തം നമ്മുടെ സിബിൻ ദാസിന്റെ ഉരുപ്പടികളാണ് കേട്ടോ. അളിയൻ കഷ്ടമുണ്ട്, ഡേ ഡ്യൂട്ടിയാണ്. കഴിഞ്ഞ ദിവസം എന്നോട് ഒന്നിച്ച് ഓഫ് എടുക്കാൻ, പക്ഷേ എനിക്ക് ക്രിട്ടിക്കൽ വർക്ക് നടക്കുന്നതുകൊണ്ടാണ് എനിക്കത് ഓഫ് എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. ആ ഒരു സാഹചര്യമാണ്, എനിക്ക് ഓഫ് എടുക്കാൻ പറ്റിയില്ല. ഇനിയും എൻ്റെ ഓഫ് വരുന്നത് സൺഡേ ആണ്, പക്ഷേ സൺഡേ എടുക്കുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് എനിക്ക് ആഹാരം കഴിക്കാൻ പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ മെസ് ഹാൾ. കണ്ട, അകത്തോട്ട് കയറി എല്ലാവരും നൈറ്റ് കഴിഞ്ഞ് വന്നിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ സീനിയർ മെസ്. ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ഹംസ ബ്രോ, ജിൻഡോ ബ്രോ, സേഫ്റ്റിക്കാരൻ ഇർഷാദ്, മലപ്രകാരം തിന്ന് സൂരജ് ബ്രോ, എല്ലാവരും ഡ്യൂട്ടി കഴിഞ്ഞ് വന്നേ ഉള്ളൂ അല്ലേ. അവൻ്റെ സന്തോഷം കണ്ടോ. ചുമ്മാ ഒരു വ്ളോഗ് എടുത്തിട്ടാന്ന് വെച്ചതാ. പിന്നെ നിങ്ങളെയൊക്കെ കാണാമല്ലോ. ഏത് വ്ളോഗ് അവനാണ് എൻ്റെ
കൂടെ നടക്കുന്ന സുബ്രഹ്മണി, എൻ്റെ എക്സ്കവേഷൻ ഡിപ്പാർട്ട്മെന്റിലെ QC, പേര് മാത്രം QC. പരിപാടി എന്താ വെച്ചാൽ ഉറക്കമാണ്. ആ വ്ളോഗർ കിടക്കട്ടെ. അപ്പൊ ഞാൻ പോയി എൻ്റെ കാപ്പി എടുത്തുണ്ട്. സൈഡിലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അടിപൊളിയായിട്ടുള്ള ചിരികളാണ്. സുബ്രഹ്മണി അതെ ഗൈസ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളങ്ങോട്ട് നടന്നു പോവാണ്. ഇവനും നൈറ്റ് ഡ്യൂട്ടിയാണ് കേട്ടോ. ഇതാണ് സമ്പത്ത്, നമ്മുടെ കൊച്ചിയിലുള്ള നമ്മുടെ സുഹൃത്താണ്. അത് മാത്രമല്ല, ഞങ്ങൾ ഒന്നിച്ചാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഹൈടെക്കിൽ. അപ്പം അത് കഴിഞ്ഞ് അത് മാത്രമല്ല, ഇവന് എന്താ സേഫ്റ്റി ഓഫീസറാണ് കേട്ടോ ഇവിടുത്തെ. വരുന്ന വള്ളി മൊത്തം പിടിച്ച് പിള്ളേരെ പണിയും ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഭയങ്കര കഷ്ടമാണ് ഇവന്മാരെ കൊണ്ട്. അപ്പം എന്തായാലും ചായ കുടിച്ച് അങ്ങോട്ട് നടക്കുകയാണ്. ഇല്ലുമ്പോഴത്തേനും ചിലപ്പം ഹംസക്കോയ വരും വീഡിയോ എടുക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ എന്തായാലും അത് പോയി നോക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ നൈറ്റ് ഷിഫ്റ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പറയൂ. ഇവിടെ പകൽ 42-43 ടെമ്പറേച്ചർ ഉള്ളതുകൊണ്ട് ഞങ്ങൾ നൈറ്റിൽ ഒരു 22-19 വെച്ച് ഞങ്ങൾ പിടിച്ച് ഞങ്ങൾ നിന്ന് പോകും. അതെ, അത് മാത്രമല്ല പണി എന്ന് പറഞ്ഞാൽ പട്ടിപ്പണിയാണ്. അയ്യോ, ഉറക്കമൊന്നുമില്ല. ഇപ്പം ഡേ ശരിക്കും പറഞ്ഞാൽ എന്താണോ അത് ഞങ്ങൾ നൈറ്റിലോട്ട് കൺവേർട്ട് ചെയ്തേക്കുവാണ് എല്ലാവരും. ഇനിയിപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളെ സംബന്ധിച്ച ഒരു കാര്യം, ഞങ്ങൾക്ക് രാത്രി ഉറക്കില്ല, പകൽ ഉറക്കില്ല. അതെ, എന്ത് ചെയ്യാനാ, ചെന്ന് സൈറ്റിൽ നിന്നുള്ള ഉള്ള പ്രഷർ കാണാൻ അവിടെ അതിനെക്കാട്ടി വലിയ വള്ളിയാണ്. ഇവനെ ഓരോ ദിവസം ഞങ്ങൾ കാണുമ്പോൾ ആദ്യം ചോദിക്കുന്നത് നിന്നെ ഇതുവരെ പറഞ്ഞു വിട്ടില്ലേ എന്നാണ്. അത്രയ്ക്ക് അൺസേഫ് ഒക്കെ നടക്കുന്നുണ്ട്. കാരണം നമുക്ക് ചില പണിയൊക്കെ അൺസേഫായിട്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം ഇവരുടെ സേഫ്റ്റി ടീം മാറുന്ന സമയത്ത് നമുക്ക് അത് ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ സ്ഥിരമായിട്ട് അൺസേഫ് ചെയ്യുന്നത് അത്ര ശരിയല്ല. അതെ, ഇവൻ ഇത് ഇത്രയും പറയാൻ സേഫ്റ്റിക്കാരനായതുകൊണ്ടാണ് ഇവനിങ്ങനെ ബോധവൽക്കരിക്കുന്നത്. പക്ഷെ നമ്മളങ്ങനെയല്ല, നമുക്ക് എക്സ്ക്യൂഷൻ ആയിട്ട് പണി തീർത്ത് നമ്മുടെ ടാർഗറ്റ് അടിച്ച് പോയിക്കൊണ്ടിരുന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കിങ്ങനെ ഇവിടെ കണ്ട് വന്ന് നിൽക്കുമെന്നാണ് പറഞ്ഞേ. ദൈവമേ, ഉറങ്ങാൻ കിടക്കുമ്പോൾ വന്ന് വിളിക്കായിരുന്നു മതിയായിരുന്നു. അപ്പോൾ നേരെ നടന്നിന് റൂമിലോട്ട് ചായ കുടിച്ച് കണ്ട എന്താ വെയില്. അങ്ങനെ കുളിച്ച് റെഡിയായി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഇനി നേരെ ലൈറ്റ് ഓഫ് ആക്കുക, കിടന്നുറങ്ങുക. അപ്പോൾ ഇനി ഉച്ചക്കത്തെ ആഹാരമൊന്നുമില്ല, ഇനി വൈകിട്ട്. അപ്പോൾ എന്തായാലും ഗുഡ് നൈറ്റ്. ഇവിടെ ഗുഡ് മോർണിംഗ് ആകുന്ന സമയത്താണ് നൈറ്റ് ഡ്യൂട്ടിക്കാർ ഗുഡ് നൈറ്റ് ആണ്. അപ്പം ഗുഡ് നൈറ്റ് ഗൈസ്. അങ്ങനെ ഏകദേശം 4:55 ആയപ്പോൾ നമ്മുടെ റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്ന് നമ്മളെ വിളിച്ച്. അങ്ങനെയാണ് ഡെയിലി ഇപ്പോൾ എഴുന്നേക്കുന്നത്. അലാറം വെച്ചിട്ടുണ്ട്, ബൈ ചാൻസ് അടിച്ചില്ലെങ്കിൽ എഴുന്നേറ്റ് പോകാനായിട്ട്. എത്ര കിട്ടില്ല അതൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഒന്ന് റെഡിയായിട്ട് കഴിച്ചിട്ട് നേരെ ഡ്യൂട്ടിക്ക്. ഇതാണ് ലൈഫ് ഇവിടുത്തെ. ഒന്നിനും സമയമില്ല. വരുന്നു, പണി ചെയ്യുന്നു, വരുന്നു, കടന്നുറങ്ങുന്നു. ഇന്ന് വ്ലോഗ് ചെയ്യണം എന്ന് വിചാരിച്ച് തന്നെയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. വ്ലോഗല്ല, ശരിക്കും എങ്ങനെയാണ് ലൈഫെന്ന് മറ്റൊരാൾക്ക് മനസ്സിലാവുന്നത്. ഓയിൽ ആൻഡ് ഗ്യാസിലോട്ട് വരണമെന്ന് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവരറിഞ്ഞിരിക്കണം എങ്ങനെയാണ് ലൈഫെന്ന്. ഇപ്പം ചാടിത്തുള്ളി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല. ചിലർക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അതാണ് കാര്യം. ഓക്കെ, അങ്ങനെ വീണ്ടും എന്തേണ്ട റെഡിയായി. അപ്പം കവറിലൊക്കെ എടുത്തിട്ട് പോകാൻ റെഡിയാണ്. അപ്പം ഇനി ബാക്കി വീഡിയോ ഒക്കെ അടുത്തൊരു ദിവസം കാണാം. ശരിക്കും പറഞ്ഞാൽ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു, സമയമില്ല, പോവാണ്, ലേറ്റായി. ഓക്കെ ബൈ ഗൈസ്. അപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കാൻ അടിപൊളിയും, പക്ഷേ കഷ്ടപ്പെടാൻ മനസ്സും വേണം. മെൻ്റലിയും ഫിസിക്കലിയും നല്ല സ്ട്രെസ് തരുന്നൊരു കാര്യമാണ് ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ ഗൈസ്.